തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് തെളിയിച്ചതിന് ശേഷമല്ല, തെളിയിക്കുന്നതിന് മുൻപ് തന്നെ, ആരോപണം വന്നപ്പോൾ തന്നെ, അത് നിയമപരമായ ഒരു പരാതി വരുന്നതിന് മുൻപ് തന്നെ മാറി നിൽക്കുന്ന ഒരു മാതൃകാപരമായ രീതി CPM-ഉം BJP-യും കണ്ടുപിടിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചു, പക്ഷേ അത് പോരാ, MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് CPM-ഉം BJP-യും ഉന്നയിക്കുന്ന ഒരു ആവശ്യം. CPM-നും BJP-യും സംബന്ധിച്ച് അത്തരത്തിൽ പറയാനുള്ള എന്ത് ധാർമ്മികതയാണത്? പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ള സംഭവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ബ്രിജ്ഭൂഷൻ്റെ സംഭവമാണെങ്കിലും CPM-നെ പറ്റി പറയാനാണെങ്കിൽ നിരവധിയായ കാര്യങ്ങൾ പറയാനുണ്ട്. P. ശശി ഉൾപ്പെടെയുള്ള ഇന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന P. ശശി മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ MLA M. മുകേഷ്, മന്ത്രിയായിരിക്കുന്ന ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ജനപ്രതിനിധിയായും മന്ത്രിയായും ഒക്കെ തുടരുകയാണല്ലോ. അപ്പോൾ അതൊന്നും പറയാനുള്ള അവകാശമൊന്നും, ധാർമ്മികമായ അവകാശം CPM-നും BJP-ക്കും ഇല്ല. പിന്നെ കോൺഗ്രസ് ഇവിടെ എടുത്തത് ഏറ്റവും മാതൃകാപരമായ ഒരു നടപടിയാണ്. ആരോപണം ഉന്നയിച്ച ഉടനെ തന്നെ അതിൻ്റെ ആധികാരികത നോക്കാതെ, അതിൻ്റെ തീവ്രത അളക്കാതെ, ഒരു ഡിജിറ്റൽ തെളിവുകളുടെ കാര്യങ്ങളുമായി മുമ്പോട്ട് വരുമ്പോൾ ഡിജിറ്റൽ തെളിവുകൾ എത്രത്തോളം ആധികാരികമാണ് എന്നൊന്നും തന്നെ നോക്കാതെ ഒരാരോപണം വന്നപ്പോൾ തന്നെ വളരെ മാതൃകാപരമായി പാർട്ടി പോസ്റ്റിൽ നിന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി പോസ്റ്റിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. പാർട്ടി ചെയ്യാവുന്ന ഏറ്റവും മാതൃകാപരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം ആരോപണങ്ങൾ ഉയർന്നതിനെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള നടപടി AICC-യുടെ നേതൃത്വം മുതൽ ഇങ്ങോട്ട് വളരെ മാതൃകാപരമായി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ തെളിവുകൾ വരട്ടെ, കേസ് കൊടുക്കാൻ തയ്യാറാവട്ടെ. ഈ പറഞ്ഞ ആരും തന്നെ ഒരു നിയമ നടപടിയിലേക്ക് പോയിട്ടില്ല നിലവിൽ. അത് പോകാത്തിടത്തോളം കാലം മറ്റുള്ള കാര്യങ്ങളൊന്നും നിലവിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ല, പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. കുറച്ചുകൂടി ഉത്തരവാദിത്തം ആ സ്ഥാനത്തെക്കുറിച്ചുള്ള കാര്യത്തിലായിരുന്നു. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായെന്ന് ഒന്നും പരാതി വന്നിട്ടില്ലല്ലോ. ഈ പരാതി പറയുന്നവർ പേര് പോലും പറഞ്ഞിട്ടില്ലല്ലോ. പേര് പോലും പറയാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ചാനലുകൾ കാണിക്കുന്നത്, നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരാണല്ലോ, മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണിക്കുന്ന ഒരു ഫോണിൽ നിന്ന് ആണ് ഇതിപ്പോൾ സ്ക്രീൻഷോട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത് എത്രത്തോളം ആധികാരികമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണ്ടേ? ഒരാളെക്കുറിച്ച് ഒരു ആരോപണം പറയുമ്പോൾ ആരോപണം ശരിയോ തെറ്റോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് വളരെ മാതൃകാപരമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായി വരികയാണെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും തീർച്ചയായിട്ടും അതിനെ നേരിടും. കെ ശ്രീകണ്ഠന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തിയ നടിയുടേതായി പുറത്തു വന്നില്ല. കാര്യത്തിലൊന്നും എനിക്ക് മറുപടി പറയാനില്ല, അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. ശരിയായ പ്രസ്താവനയാണ്. അല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആധികാരികമായിട്ടുള്ള നിലപാട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിലാണ് പാർട്ടി നിൽക്കുന്നത്. ആ നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു കാരണവശാലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പരാതികളിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തന്നെയായിരിക്കും പാർട്ടി നിലപാടെടുക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടത്. ഒരു പരാതിക്കാരിയെയും ഒരു സ്ത്രീയെയും കേരളത്തിൽ അപമാനിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. അല്ല, അത് അദ്ദേഹം രാജിവെച്ചല്ലോ. അതിനെപ്പറ്റി നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിന്നാണ് അതാണ് ഞാൻ പറഞ്ഞത്. തെളിവ് ചോദിക്കാതെയാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് തെളിയിച്ചതിന് ശേഷമല്ല, തെളിയിക്കുന്നതിന് മുൻപ് തന്നെ, ആരോപണം വന്നപ്പോൾ തന്നെ, അത് നിയമപരമായ ഒരു പരാതി വരുന്നതിന് മുൻപ് തന്നെ മാറി നിൽക്കുന്ന ഒരു മാതൃകാപരമായ രീതി CPM-ഉം BJP-യും കണ്ടുപിടിക്കണം. ബ്രിജ്ഭൂഷനെ ഇത്രയും കാലം കൊണ്ടു നടന്നു. ശശീന്ദ്രനെയും M. മുകേഷിനെയും ഒക്കെ ന്യായീകരിക്കുന്ന പാർട്ടിയാണ്. പരാതി പറഞ്ഞ പത്മനാഭൻ എന്ന് പറയുന്ന മുൻ MLA, CPM-ന്റെ MLA, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ രോഗാതുരനാക്കിയത് ഈ പ്രസ്ഥാനമാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മകൾക്കെതിരായിട്ടുള്ള പരാതി എവിടെയാണ്? തീവ്രതയാളെന്ന ശ്രീമതി ടീച്ചറിനെ പോലെയുള്ള വനിതാ രാഷ്ട്രീയ നേതാക്കൾ ഇന്നും കേരളത്തിലുണ്ടല്ലോ. ഒരു പരാതി പറയുമ്പോൾ അതിൽ തീവ്രതയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല. ഞങ്ങൾ തീവ്രതയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, തെളിവുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നില്ല, ആരോപണം ശരിയാണോ എന്ന് അന്വേഷിച്ചില്ല. അതിനു മുൻപ് തന്നെ ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചു, പേര് പോലും പറയാതെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചപ്പോൾ മാറി നിൽക്കുന്ന മാതൃകാപരമായ ഒരു രീതി കോൺഗ്രസ് ഈ കേരള രാഷ്ട്രീയത്തിൽ അവലംബിച്ചിരിക്കുകയാണ്. അത് കണ്ടു പഠിക്കണം CPM മുതിർന്ന നേതാക്കൾ.
മുതിർന്ന നേതാക്കളോട് ഈ പെൺകുട്ടി പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് നേരത്തെ ഈ പരാതി പറയുന്നതാണ്. എന്തുകൊണ്ട് ഈ മാതൃകാ നടപടി അതെടുത്തില്ല? അല്ല, മുതിർന്ന നേതാക്കൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് നേതാവിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? ഏത് നേതാവിനെ കുറിച്ചാണ് പറയുന്നത്? പെൺകുട്ടിയാണ് പറഞ്ഞത് അടുത്തമുള്ള മുതിർന്ന നേതാക്കളോട്. അത് ആരാണ് നമുക്കറിയില്ല. അത് ആ പെൺകുട്ടി പറഞ്ഞത് മാത്രമേ നമുക്കറിയുള്ളൂ. പെൺകുട്ടി പറയട്ടെ ഏത് നേതാവിനോടാണ് പറയുന്നത്, അവരെ വെളിപ്പെടുത്തട്ടെ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് ഷേഡി ആയിട്ട് നിന്നുകൊണ്ട് ഒന്നിനും മറുപടി പറയാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഒരു തെറ്റിന് കൂട്ടുനിൽക്കില്ല. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കൂട്ടുനിൽക്കില്ല. അതിന് മാതൃകാപരമായ നടപടികളുമായും തീർച്ചയായിട്ടും പോകും. അതിന് തയ്യാറാണ്. എന്നെക്കുറിച്ച് അന്വേഷിക്കൂ, ഇതെന്താണെന്ന് അന്വേഷിക്കൂ എന്ന് ആരോപണ വിധേയനും പറഞ്ഞിട്ടുണ്ടല്ലോ. അന്വേഷിക്കട്ടെ, നിയമപരമായി അന്വേഷിക്കട്ടെ. അവർക്ക് വേണമെങ്കിൽ അവർ നിയമപരമായി മുമ്പോട്ട് പോകട്ടെ. അത് ഏത് മഹിളാ കോൺഗ്രസ് എന്താ കാണുന്നതെന്നുള്ള KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, ആരോപണം ഉന്നയിച്ചാലും അവർ അതിന് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകണം. അതിനപ്പുറം നമുക്ക് വെറുതെ ആരോപണം പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒളിഞ്ഞിരിക്കാൻ അത് ശരിയല്ലല്ലോ. നമ്മളൊരു ആരോപണം പറയാൻ തയ്യാറാണ്. പെൺകുട്ടികൾ ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുമായി സമൂഹത്തിന് മുമ്പിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അപ്രിഷ്യബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷേ അതൊരു പരിധി വെച്ച് നിർത്തിയിട്ട് ആരാണെന്ന് പറയുന്ന പേര് പറയാതിരിക്കുക, അല്ലെങ്കിൽ തെളിവ് പുറത്തുവിടാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക, എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുക, അത്തരത്തിൽ നമ്മളെങ്ങനെ പ്രതികരിക്കുക?